ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടോ ഗൈസ്. ഇതേപോലെ നമുക്ക് എന്നും വീഡിയോ ഇടണം. അതേപോലെ തന്നെ നമ്മൾ അടിപൊളി വണ്ടിയാണ്. നമ്മൾ നല്ല രീതിക്കായിട്ട് തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഫുൾ സെറ്റാക്കിയ വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഇതിനൊക്കെ ഏകദേശം നല്ല പൈസ ചിലവായിക്കണം കേട്ടോ ഗൈസ്. നമുക്ക് നമ്മളെ പഴയ ബസ് നോക്കാം. ഇതാണ് കേട്ടോ ഗൈസ് പഴയ ബസ്. എല്ലാം കൂടിയും എന്തോ അയക്കണം. ഇതാണ് നമ്മളെ പുതിയ ബസ്. അപ്പോൾ ഗൈസ്, ഈ ബസ് ആരുടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റിലിടാം കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ നോക്കണം കേട്ടോ ഗൈസ്. ഈ ലൈറ്റൊക്കെ നമുക്ക് നല്ല ചിലവായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ലൈറ്റിനൊക്കെ നമുക്ക് ഇവിടെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വെച്ചതാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഏതാ വെക്കാനുള്ളത് നോക്കാം. ഈ പുറത്തത്തെ ലൈറ്റൊക്കെ നമ്മൾ വെച്ചെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എല്ലാം വെച്ചു. ഇനി ഏതാ വെക്കാണ്ട്, ഏതോ വെക്കാണ്ട് തോന്നുന്നു കേട്ടോ ഗൈസ്. എല്ലാം നോക്കി നോക്കാം. ഈ ബസ്സിൻ്റെ ഗൈസ്, ഇതിവിടെയൊക്കെ ലൈറ്റ് വെക്കാൻ ആളാണ്. ഇവിടെ എന്താ ഇത് വേണ്ട, വേറെ എന്തെങ്കിലും വെക്കാം. ഇതെന്താ പോലീസ് വണ്ടിയോ? അപ്പോഴത്തേക്കും ഗൈസ് വേറെ എന്തെങ്കിലും വെക്കാം. ഇതൊക്കെ ബോറാണ് ഗൈസ്. ഇതെന്താണ് ഫുൾ ബോറായി കിടക്കുന്നത്? ഇതൊക്കെ ഹിന്ദിക്കാർക്ക് പറ്റിയ സാധനം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാറിയെങ്കിൽ ഒന്ന് ഹായ് ഇടുക കേട്ടോ ഗൈസ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. abis51559 എന്നാണ് പേര് കേട്ടോ ഗൈസ്. കയ്യാണെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ മോഡിഫൈ ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അഥവാ നിങ്ങൾ കളിച്ചിട്ട് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഏതാ എടുക്കുക? സെക്കൻഡ് എടുക്കാം കേട്ടോ ഗൈസ്. വേറെ ഫുൾ പയ്യുണ്ട്. യോട്ടിങ് മണി ഇതെന്താ ഗൈസ്? 383 മണിയുണ്ട്. പക്ഷേ മണി ഉപയോഗിക്കാൻ പറ്റില്ല. മിക്കവാറും എന്തോ ലാഗ് ഉണ്ടാവും. ബസ് ഹെൽത്ത് 87 ഗുഡാ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കളിക്കാൻ തുടങ്ങാം കേട്ടോ ഗൈസ്. എന്താ ഗൈസ് കളി തുടങ്ങാത്ത? എൻ്റെ പൊന്നു ഗൈസ്, കളി തുടങ്ങിയില്ല. ഇതാണ് കുറച്ച് ലാഗുണ്ട്. പിന്നെ ഇതിന് കുഴപ്പം വെച്ചാൽ കുറച്ച് ലാഗും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക, പരസ്യം വരും. കുറച്ച് പരസ്യമൊക്കെ വരും. എന്നാലും അടിപൊളി സാധനം കേട്ടോ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ചില ഗ്ലിച്ചുകളൊക്കെ വരാറുണ്ട്. എനിക്ക് ഇതുവരെയായിട്ടും ഒരു ഗ്ലിച്ചേ വന്നിട്ടുള്ളൂ. അപ്പം സീനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് സെറ്റിങ്സിൽ നിന്ന് സ്റ്റെയറിങ് എടുക്കട്ടോ ഗൈസ്. എനിക്ക് എയിം സ്റ്റെയറിങ് ആണ്. ആരൊക്കെ ഈ ഒരു ക്യാമറ കളിക്കുന്നവരുണ്ടോ ജസ്റ്റ് ലൈക്ക് ചെയ്യും. കമൻറ്റിൽ ഹലോ എന്ന് ഇട്ടാൽ മതി കേട്ടോ ഗൈസ്. എല്ലാം ആയിട്ടാലൊന്നും മനസ്സിലാവില്ല ഗൈസ്. മാപ്പൊന്ന് ജസ്റ്റ് ലോഡ് ആയിട്ട് പറത്തട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഇത്. പക്ഷേ ഇത് കളിക്കുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വേഗം എത്തും. അതിനെക്കൊണ്ടാണ് ഞാനിത് കളിക്കുന്നത് തന്നെ. ആർക്കൊക്കെ അത് എയിമുണ്ട്? ആരെങ്കിലും 1 year old ആയിട്ടുണ്ടോ? ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ കാണലുണ്ട്. ഒരു കാട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇടിക്കും, നല്ല രീതിക്കായിട്ട് തന്നെ ഇടിക്കും. പിന്നെ ഒരു കേവിൻ്റെ അകത്തെത്തും. കേവിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെക്കാട്ടും വലിയ ഏലിയനൊക്കെ. ഫേക്കാണോ റിയലാണോ എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ മാപ്പ് പോയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾ ആരൊക്കെ ഫസ്റ്റ് ക്യാമറ ആണ് 1 ഇടുക, സെക്കൻഡ് ക്യാമറ ആണ് 2 ഇടുക, തേർഡ് ക്യാമറ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 3rd ക്യാമറ 3 ഇടുക, 4th ക്യാമറ ആണ് 4th എടുക്കാം. നിങ്ങൾ ഏതാണ് ഏറ്റവും എനിക്കിഷ്ടം 1 ആണ് 3 ആണ്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാ അറിയില്ല. പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും എവിടെയും ബസ് നിന്ന് പോയിട്ടുണ്ടോ? എന്നെ നിന്ന് പോയിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ചോദിച്ചത്. നിന്ന് പോയിട്ടുണ്ടോ അറിയില്ല. ഞാൻ മാക്സിമം ഫുൾ 100 തന്നെ പോവൽ. പഴയ ബസ് ഫുൾ 100 തന്നെ ആയിരുന്നു. ഫുൾ 100 തന്നെ പോയിട്ട് മിനിറ്റല്ല, ഏകദേശം ഇപ്പോൾ 17:39 ഒരു 19 ആകുമ്പോഴേക്കും എൻ്റെ ബസ് പണിയായി ഉണ്ടാവും. ഇപ്പം ഞാൻ മെല്ലെ അത് അത്ര വണ്ടിക്കൊന്നും ഇടിക്കലില്ല. ഈ ബസ് വാങ്ങിയിട്ട് വെറും
ഈ ബസ് വാങ്ങിയിട്ട് വെറും ഏകദേശം 2 ആഴ്ച ആയില്ല കേട്ടോ ഗൈസ്. അത്രയും കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ ഈ കാട്ടിലേക്ക് പോയാൽ എന്താണ് എനിക്ക് സംഭവിക്കുക? ചെറുതായിട്ടൊന്ന് ഒരതി കേട്ടോ ഗൈസ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരെ പറത്താം. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ലുക്ക്. ഏതായാലും ലുക്ക് ജസ്റ്റ് അതിൻ്റെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ്. സ്പീഡ് പോകാം. ചില നേരം സ്പീഡ് കൂടാനുള്ള ടൈം എടുക്കും. നല്ല രീതിക്കായിട്ട് ടൈം എടുക്കും. പിന്നെ റേഡിയോ എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യില്ല. എന്താ അറിയത്തില്ല. റേഡിയോ വർക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇതേതാ വണ്ടി ഗൈസ്? ഇതേതാ വണ്ടി നിങ്ങൾക്കറിയോ? എൻ്റെ സംശയം ഇന്നോവ ആണോ സംശയമുണ്ട്. ഇന്നോവ ആണോ? ഗൈസ് ഇന്നോവ ആണ്. ഇതെന്താ ബ്രേക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ മനസ്സിലാവില്ല കേട്ടോ ഗൈസ്. ഒന്നാമത് മഴ ആയിട്ടാണ് മനസ്സിലാവാത്തത്. പറത്ത ഗൈസ്. കിട്ടി. ബാക്കി വണ്ടി ഇരുന്നില്ല ഗൈസ്. അപ്പുറത്തെ മിററൊക്കെ അടിച്ചു പോയതാട്ടോ ഗൈസ്. അവിടെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അവിടെ പൊത്തിച്ചാൽ അവിടെ നോക്കണ്ട. മിററൊക്കെ ഇടിച്ചിട്ട് പണിയായി കിടക്കുകയാണ്. പിന്നെ ഇതിലത്ര റോഡെറ്റി വർത്താനം പറഞ്ഞ അങ്ങനെ തന്നെ പോവാ. അതിനെ കൊണ്ടാണ് റോഡ് തെറ്റി. ബാക്കിൽ വണ്ടി ഇല്ല. ഏതാ ബസ്സിൻ്റെ ലുക്ക്? വേറെ തന്നെ സാധനം കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സൈഡ് എന്താ പറയുക, റിവേഴ്സ് എടുക്കുമ്പോഴുള്ള ലൈറ്റാട്ടോ ഗൈസ്. സീൻ ലൈറ്റാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്കായിട്ട് തന്നെ ഷോക്ക് ആബ്സോർബറും. ബസ് ഇങ്ങനെ ബ്രേക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങും. അമ്മാതിരി കുലുക്കാണ് കേട്ടോ ഗൈസ്. അതിനെ കൊണ്ട് തന്നെ അടിപൊളി ഇതാണ്. പിന്നെ എനിക്ക് പഴയ ബസ് ഈ ബസ്സിന് കുറവുണ്ട്. സ്പീഡ് പോയിട്ട് ഏകദേശം ഒരു 100-120 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു വളവ് കളിച്ച് കഴിഞ്ഞാൽ അത് ഡ്രിഫ്റ്റായിട്ട് പോയി ഇടിക്കും. ഡോറ് തട്ടുമോ നോക്കി നോക്കാം. ചെക്ക് കിട്ടോ ഗൈസ്. ഡോറ് തട്ടുമോ? ഗൈസ് പ്ലാറ്റ്ഫോമിൽ ഡോറ് തട്ടിയാൽ കുഴപ്പമില്ലല്ലോ. ഡാമേജ് ആവുമോ എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുകയാണ്. ഡാമേജ് ആവില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കെന്താ തോന്നുന്നത്? മാപ്പ് ലോഡിങ്. ഓക്കെ, ഇനി ഡോറടിക്കണം. ഡോറടിച്ചാളാം ഗൈസ്. പറത്ത ഗൈസ്. 120 ഗൈസ്, അധികം പോർക്ക്. പിന്നെ പഴയ ബസ്സിൽ ഞാൻ 100-150 85-83 ഗൈസ്. ജസ്റ്റ് മിസ് ഇട്ടോ ഗൈസ്. ഇപ്പുറത്തെ സൈഡത്തെ വണ്ടി തട്ടിക്കണം. അപ്പുറത്തെ സൈഡ് വണ്ടി തട്ടിയില്ല. ജസ്റ്റ് മിസ്സാണ്. പോട്ടെ. യെസ്. എൻ്റെ പൊന്നോ ഗൈസ്, എനിക്കെന്തോ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നു കേട്ടോ ഗൈസ്. ഞാൻ തളിക്ക് ഇടിച്ച് എൻ്റെ പൊന്നും. പെട്ടെന്ന് ബ്രേക്ക് അടിച്ചിട്ട് ബ്രേക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഞാൻ 115-116 നമ്മളെ പോവാ മാറിക്കൊണ്ട് ആംബുലൻസ് ആണ് കേട്ടോ ഗൈസ്. സാധാരണ അത്ര സ്പീഡിലൊക്കെ പോവാം. 125 ഗൈസ്. പോട്ടെ 150 നമ്മൾ കയറ്റണം. 150. എൻ്റെ മോനെ ഭയങ്കര നല്ല ഡാമേജ് ആണ് കേട്ടോ ഗൈസ്. ബാക്കി